ഹലോ ഓൾ, വെൽക്കം ടു ഈസി ലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ CUT PG 2025 അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല യൂണിവേഴ്സിറ്റീസും അവരുടെ പോർട്ടൽസ് ഒക്കെ ഓപ്പൺ ആക്കി പല ആളുകളും അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചില യൂണിവേഴ്സിറ്റികളുടെ ഡേറ്റ് ഓൾറെഡി അവർ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ജമ്മു, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ, ഇവിടെയൊക്കെ ഒരു പറഞ്ഞൊരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ May 26, അതുപോലെ തന്നെ May 28 ഒക്കെ ആയിരുന്നു. ദെൻ മേ ബി അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനൊരു കിടപ്പ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും അവിടെ പോർട്ടൽസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലരും നമ്മുടെ സ്കോർ വെച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. എവിടെയാണ് നോക്കുന്നത് എന്ന സമയത്ത് പല രീതിയിലുള്ള കൺസേൺസുകൾ ഉണ്ട്. അപ്പം നമുക്ക് കട്ട് ഓഫ് എന്താവും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എത്രയൊക്കെ കട്ട് ഓഫ് വരും. എസ്പെഷ്യലി MSWയുടെ കേസിൽ നമ്മൾ കട്ട് ഓഫിനെ കുറിച്ച് കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ മറ്റൊരു കൺസേൺ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ അല്ലേ. ഇപ്പൊ നമ്മൾ പുറത്തോട്ട് പോയി പഠിക്കുമ്പോൾ പല ആൾക്കാരും മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിലുള്ള എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവരെ കുറിച്ചിട്ടൊക്കെ ഇവർക്ക് പല രീതിയിലുള്ള കൺസേണുകൾ ഉണ്ടാവും. ഇത് എവിടുന്ന് എത്രയൊക്കെ ഫീസ് ആവും, അവൻ പുറത്തു പോയി പഠിക്കുമ്പോൾ നല്ല ഫീസ് ആകുമോ, ഭാരിച്ച ഫീസ് ആകുമോ, ലോൺ എടുക്കേണ്ടി വരുമോ, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഡൗട്ട്സുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. പല ആളുകളും പറഞ്ഞതായിരുന്നു ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. എസ്പെഷ്യലി MSW ഡിപ്പാർട്ട്മെന്റുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലെ ഫീസ് സ്ട്രക്ചർ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ കൊടുക്കുക. തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒഴിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ്, നമുക്ക് നേരത്തെ പറഞ്ഞു 23ഓളം യൂണിവേഴ്സിറ്റികളാണ് നമ്മളിത് ഈ ഒരു പ്രൊസീജിയർ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ സോഷ്യൽ വർക്കിലെ ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ഒരു 23 യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആ 23 യൂണിവേഴ്സിറ്റികളിലെ ചില യൂണിവേഴ്സിറ്റികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വലിയ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഒന്നാം റാങ്കിൽ നിൽക്കുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ടിസ്സിൽ നമ്മൾ ഫീസ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഏകദേശം ഒരു 11ഓളം സ്പെഷ്യലൈസേഷൻസ് MSW വരുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്നത് 52,500 ആണ്, 52,500 ആണ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. പിന്നെ 28,500, 40,000, 28,500. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ യൂണിവേഴ്സിറ്റിയും ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോയിലായിരിക്കും പോവുക. ഫസ്റ്റ് സെമസ്റ്ററിൽ നല്ല ഹൈ ഫീ ഉണ്ടാവും, ദെൻ സെക്കൻഡ് സെമസ്റ്ററിൽ കുറച്ച് നന്നായിട്ട് കുറയും, തേർഡിൽ കൂടും. അത് എന്താ വെച്ചാൽ ഒരു അക്കാഡമിക് ഇയറിലാകുമ്പോൾ ഫീസ് കൂടുന്ന ആ ഒരു രീതിയാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും പോയി കാണാൻ പറ്റുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും സെമസ്റ്റർ 1ലും സെമസ്റ്റർ 3ലും എന്തായിരിക്കും ഒരു ഫീസിന്റെ ഹൈക്ക് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ലോ ഫീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വാഭാവികം നമുക്ക് അറിയാം, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. ആ രീതിയിലുള്ള ഫീസ് അവിടെ ഉണ്ട്. ടോട്ടൽ ഒരു നമ്മൾ ഏകദേശം ഇതിപ്പോ ഞാൻ പറയുന്ന ഫീസുകളിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അവരുടെ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട്, ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നത്. ഇതിലൊക്കെ ഒരു സ്ലൈറ്റ്ലി വേരിയേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസുകൾ ഉണ്ട് പല യൂണിവേഴ്സിറ്റികളും. ദെൻ അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, 1,49,500 രൂപയാണ് ടിസ്സിൽ നിങ്ങൾ ഒരു MSW പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള ഫീ എന്ന് പറയുന്നത് 1,49,500 രൂപയാണ് വരുന്നത്. ഓക്കെ, ഞാനിതൊന്ന് സ്ക്രീൻ ഒന്ന് സൂം ചെയ്യാം, കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, വിസിബിൾ ആയിരിക്കും വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പം അതിൽ അത്രയാണ് വരുന്നത്. ദെൻ ഇത് സെമസ്റ്റർ ഫീ അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് മാത്രമാണ്. വേറെ നിങ്ങൾക്ക് അതിനപ്പുറത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ചും വ്യത്യാസമായിരിക്കും. ചില യൂണിവേഴ്സിറ്റികൾ ഹോസ്റ്റൽ അവൈലബിൾ ആയിരിക്കും, ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഔട്ട്സൈഡിൽ PGs നോക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള റൂംസുകൾ നമ്മൾ റെന്റിന് എടുക്കേണ്ടി വരും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ അക്കാഡമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെമസ്റ്റർ ഫീസിനെ കുറിച്ചിട്ടും അഡ്മിഷൻ ഫീസിനൊക്കെ ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അവിടെ ഇയർ ബേസിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ 20,287, സെക്കൻഡ് ഇയറിൽ 20,280, ഏകദേശം 40,570 രൂപയാണ് അവിടെ വരുന്നത്.
ദെൻ പൊതുവെ എല്ലാവരും പറയുന്ന സംഭവമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഭയങ്കര ഫീസ് ആണ് പറയാറുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി ഒരു പാകത്തെ ഫീസ് തന്നെ ഉള്ളൂ. പക്ഷെ ഇതിലേക്ക് നമ്മുടെ ഹോസ്റ്റൽ ഫീ മെസ് ഫീ കൂടി വരുമ്പോഴാണ് പോണ്ടിച്ചേരിയിൽ കുറച്ച് ഹൈ ആയിട്ട് തോന്നാറുള്ളത്. കാരണം പോണ്ടിച്ചേരിയിലെ ഒരു മെസ് ഫീയുടെ അതുപോലെ ഹോസ്റ്റൽ ഫീയുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം കൂടെ എന്താ പറയുക ഒരേ സമയത്ത് തന്നെ അടക്കുക എന്നുള്ളതാണ്. മന്ത്ലി പേയ്മെന്റ് ഇല്ല, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഹോസ്റ്റലിന്റെ ഫീ കംപ്ലീറ്റ്ലി അടക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കമ്പാരിറ്റീവ്ലി നമുക്കൊരു 1 ഇയർ ഒരു സെമസ്റ്ററിൽ ഏകദേശം ഒരു എന്താ പറയാ ഒരു ചില സമയങ്ങളിൽ 40 അടുത്തൊക്കെ വരുന്ന സമയം ഉണ്ടാവും. അതൊരു ഫീസ് നമ്മുടെ MS ഫീയും കൂടെ അടക്കമാണ് അത്രയും ഫീ ഹൈക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ CU കേരളോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് ഓരോ സെമസ്റ്റർ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ടോട്ടൽ ഒരു 29,250 രൂപയാണ് അവിടെ നമുക്ക് ഒരു MSW ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെമസ്റ്റർ ഫീ എന്ന് പറയുന്നത്. ദെൻ രാജസ്ഥാനിൽ എനിക്ക് അവൈലബിൾ ആയിട്ടില്ല, ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതാണ്. ദെൻ തമിഴ്നാടിലും ഇയർ വൈസിലാണ് പറയുന്നത് 20,562 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 10,740 രൂപയാണ്, ഏകദേശം ഒരു 35,302 രൂപയാണ്. ദെൻ കർണാടകയിൽ വരുന്ന സമയത്ത് കുറച്ച് ഫീസ് കൂടുതലുണ്ട്, 56,700 രൂപയാണ് അവിടെ വരുന്നത്. ചില ഇതിലെ ഈ ഫീസുകൾക്ക് ചിലതിലൊക്കെ മെസ് ഫീ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അത് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാനത് അത്തരത്തിൽ ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വേറെ രീതിയിലുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഈ രീതിയിലാണ് ഇത് കാണാൻ പറ്റുന്നത്. പിന്നെ ഗുജറാത്തും എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. ദെൻ ജമ്മുവിൽ നോക്കുകയാണെങ്കിൽ ജമ്മുവിൽ 16,100 ഫസ്റ്റ് സെമസ്റ്ററിലാണ്, ടോട്ടൽ വരുന്നത് 39,860 ദെൻ ഹിമാചലിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ മാത്രം 13,850 രൂപ ഉണ്ട്, ബാക്കി എല്ലാ സെമസ്റ്ററുകളും 5,650. അതിൽ സെമസ്റ്റർ ഫീ 4,000 രൂപയും ബാക്കിയുള്ള അഡീഷണൽ ചാർജുകളാണ് 1,650 രൂപയായിട്ട് വരുന്നത്. പിന്നെ സൗത്ത് ബീഹാറിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ 17,718 സെക്കൻഡ് ഇയറിൽ 17,100 ആണ് വരുന്നത്, 34,818 രൂപയാണ് വരുന്നത്. ദെൻ ഡോക്ടർ ഹരിസിംഗ് ഗവർണ്ടത് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും മാത്രം 4,105 3,605. മിക്കവാറും ഈ തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും ഇതേ ഫീ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സൈറ്റിൽ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ, അതൊക്കെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡിന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന ഒരു യൂണിവേഴ്സിറ്റികളാണ്. ഇവിടെ 6,350 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് 3,000, 4,000, 3,000 ഒക്കെയാണ് ഫീസ് വരുന്നത്. 17,350 വരുന്നത്. ദെൻ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ ഒരു സമയത്ത് ടോട്ടൽ എമൗണ്ട് വരുന്നത് 36,000 ആണ്. ഇത് മിസോറാമിലോട്ട് വരുമ്പോൾ 17,320 തുടക്കത്തിൽ കൊടുക്കണം. ലാസ്റ്റ് ഇയറിലൊക്കെ ടോട്ടൽ ഒരു 63,990 ആണ്. ഏകദേശം കുറച്ച് ഒരു ഹൈ ഫീസ് സ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ല ഫീ തന്നെ മേടിക്കുന്നുണ്ട് കേട്ടോ. 40,000 രൂപ സെമസ്റ്റർ മേടിക്കുന്നത്. അതിൽ മെസ് ഫീയും ഹോസ്റ്റൽ ഫീ ഇൻക്ലൂഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ സൈറ്റിൽ കൊടുത്ത ഡാറ്റയാണ് പെർ സെമസ്റ്റർ 40,000 രൂപയാണ് കൊടുക്കുന്നത്. ഏകദേശം 1,60,000 രൂപ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ തെസ്പൂർ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശ് ഉണ്ട്, അവിടെ 20,000 രൂപയാണ് അവിടെ വരുന്നത്. ടോട്ടൽ ആണോ എന്നറിയില്ല, അവർ പെർ കോഴ്സ് എന്ന രീതിയിലാണ്, കോഴ്സിന്റെ ഫീ ആയിട്ടാണ് 20,000 രൂപ കൊടുത്തിട്ടുള്ളത്. അത് സെമസ്റ്ററിൽ എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് അവർ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ദെൻ തെസ്പൂർ യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് 59,870 രൂപയാണ് 4 സെമസ്റ്ററൊക്കെ വരുന്നത്. ദെൻ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വരുമ്പോൾ ടോട്ടൽ എമൗണ്ട് വരുന്നത് 25,800 ആണ്. ദെൻ IGNT വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസ് നിങ്ങൾക്ക് MSL പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ആട്ടോ. 2,425 1,825 ഇങ്ങനെയാണ്. ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ മാത്രം നിങ്ങൾക്ക് 2,425. അത് ബോയ്സിന്റെ ഫീസ് സ്ട്രക്ചർ അവിടെ കൊടുത്തത്. ഇവിടെ ഗേൾസ് ഇതിനേക്കാൾ കുറവാണ്. എനിക്ക് തോന്നുന്നു 2,425 എന്നുള്ളത് 2,300 സംതിങ് എങ്ങനെ ഉള്ളൂ. അതേപോലെ 1,825 1,600 അങ്ങനെ ഫീസേ ഉള്ളൂ. ദെൻ RGNA വരുന്ന സമയത്ത് 13,700 ആണ് ഫസ്റ്റ് ഇയറിൽ കൊടുക്കേണ്ടത്, ഫസ്റ്റ് സെമസ്റ്ററിൽ കൊടുക്കേണ്ടത്. ദെൻ സെക്കൻഡ് സെമസ്റ്ററിൽ കൊടുക്കുന്നത് 7,450. ടോട്ടൽ 41,050 രൂപയാണ് ഇവിടെ ഫീസ് വരുന്നത് ടോട്ടൽ. അപ്പൊ ഇതാണ് ഏകദേശം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഫീസ് സ്ട്രക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക. അപ്പൊ IGNT ആണ്. അപ്പം ഇതിൽ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ നമ്മൾ ആവറേജ് ഫീസ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു 50,000 രൂപ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ MSW കാലഘട്ടത്തിൽ നിങ്ങൾ കരുതി വെക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം അത് നമുക്കൊരു ഫീൽഡ് വർക്ക് വരാനുണ്ട്, ഒബ്സർവേഷൻ വിസിറ്റ് വരാനുണ്ട്, ഫീൽഡ് എല്ലാ സെമസ്റ്ററിലും ഫീൽഡ് വരാനുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് പൈസ ചിലവാകും. എന്തായാലും ഒരു 50 രൂപയെങ്കിലും നിങ്ങൾ ഒരു മിനിമം
50 to 80 വരെ മിനിമം നിങ്ങൾ ഒരു ഈ ഒരു MSW സോഷ്യൽ വർക്കിന്റെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുക എന്നുള്ളത് നല്ലതായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പാക്കേജും അതിനുള്ള പ്ലാനും നിങ്ങൾ ഉണ്ടാക്കുക. ദെൻ എന്താ പറയാ, ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ചില യൂണിവേഴ്സിറ്റി കുറവാണ് കമ്പാരിറ്റീവ്ലി. MSW നമുക്ക് അത്തരത്തിലുള്ള പാർട്ട് ടൈം ജോബിനൊന്നും സമയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാലും ഇൻ കേസ് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ ജോബ്സുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അത്തരത്തിലുള്ള പാർട്ട് ടൈം ജോബുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറ്റും, ഇത് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ച പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവിടെ നമുക്ക് സെമസ്റ്റർ വൈസിൽ ഓരോ സെമസ്റ്ററിലും ടോപ്പർ ആകുന്ന 10 പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ. അതുപോലെ തന്നെ പല ഏജൻസികളുടെ സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ NSPയുടെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ OBC സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതുപോലെ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് ടീമുകൾ, ഒരുപാട് ഏജൻസികൾ, അതോറിറ്റീസ് എന്താ കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളൊക്കെ നമ്മൾ ഷൂട്ട് ഔട്ട് അവരെ എന്താക്കുക, ടാർഗറ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. നന്നായിട്ട് നമ്മൾ എന്താക്കുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ എന്താണ് നമ്മുടെ കൺസേൺ എന്ന് നോക്കിയിട്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, ഫീസിന്റെ ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത് അവിടെ പഠിച്ചിറങ്ങും, നമുക്ക് അതിന്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട് അല്ലെ. ഇപ്പൊ ടിസ്സിൽ വലിയ ഫീസ് ആണെന്ന് വെച്ചിട്ട് ഇപ്പൊ പഠിക്കാണ്ടെന്നാലും ടിസ്സിൽ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു ഓഡി കാറിലോ അല്ലെങ്കിൽ നമ്മളൊരു ബെൻസ് കാറിലോ പോയി ഇറങ്ങുന്ന പ്രൗഢിയും അതുപോലെ നമ്മളൊരു മാരുതി 800 പോയി ഇറങ്ങുന്ന പ്രൗഢിയും സെയിം ആണോ? അല്ല. അതേപോലെയാണ് നമ്മൾ ടിസ്സിൽ പഠിച്ചിറങ്ങി, ടിസ്സിൽ നിന്നും MSW പഠിച്ചു കഴിഞ്ഞിറങ്ങുന്ന ആളും IGNT MSW പഠിച്ച് കഴിഞ്ഞിറങ്ങുന്ന ആൾക്കും രണ്ടിനും കിട്ടുന്ന ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യാസമുണ്ട്. സോ ഫീസിന്റെ കാര്യം കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും നമ്മൾ കിട്ടിയ നല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരിക്കലും വിട്ട് കളയരുത്. അതിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം നമുക്ക് ഉണ്ടാവും. പല ഏജൻസീസും നമുക്ക് സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതല്ല, ഈവൻ ടിസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ബാങ്ക് ലോണുകൾ വരെ നമുക്ക് അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ടിസ്. പിന്നെ അതുപോലെ തന്നെ പ്ലേസ്മെന്റ് അഷുറൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് ഫീസ് വലിയൊരു കൺസേൺ ആയി നിങ്ങൾ എടുക്കരുത്. തീരെ പറ്റാത്തവരുമാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതൊരു കൺസേൺ ആയി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഫീസ് സ്ട്രക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ അഡ്മിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.